എസ് പി, കാര്യങ്ങളൊക്കെ ഒന്ന് വേഗത്തിൽ നടത്തണം. മായയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ട് നമുക്ക് ധ്വനിയുടെ കാര്യത്തിലോട്ട് നീക്കം നടത്താം. ധ്വനിയുടെ കാര്യത്തിൽ എന്ത് നീക്കം? ആ പെൺകുട്ടി എങ്ങനെയുണ്ട്? എസ് പിക്ക് ഇഷ്ടമായോ? നല്ല കുട്ടിയാണോ? എത്ര പെട്ടെന്ന് എന്നോട് അടുത്തത്. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായി. ഇന്നത്തെ കാലത്തിന് ചേരുന്ന കുട്ടി തന്നെ. ഈ ജെൻസി പിള്ളേരൊക്കെ പറയുന്നൊരു ഭാഷയുണ്ടല്ലോ, എന്താ അത്? നല്ല പൊളി വൈബ്. ഇത്തിരി മെച്യൂരിറ്റി കുറവാണെന്ന് എനിക്ക് തോന്നി. എന്തായാലും എന്ത് നല്ല പെരുമാറ്റം ആ കുട്ടിയുടേത്. മുതിർന്നവരോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ളൊരു കുട്ടി. ദൈവം എന്താടോ ചൈത്രയുടെ സ്ഥാനത്ത് എനിക്ക് ഇങ്ങനൊരു മകളെ തരാതിരുന്നത്. മകളെന്നൊക്കെ പറഞ്ഞ് എന്നെ കളിപ്പിക്കാൻ നോക്കണ്ട. വയസ്സാം കാലത്തെ എസ് പിയുടെ കൊഞ്ചലും കുഴയലും ഒക്കെ ഞാൻ നേരിട്ട് കണ്ടതല്ലേ. എസ് പി ഒന്ന് സമ്മതം മൂളിയ നാളെ തന്നെ അവളുടെ വീട്ടിൽ പോയി നിങ്ങൾ തമ്മിലുള്ള കല്യാണം ഞാൻ ഉറപ്പിക്കും. വണ്ടി നിർത്തൂ. ഇവിടെ വണ്ടി നിർത്താൻ. അല്ല, ഇവിടെ നിർത്താനല്ലേ പറഞ്ഞത്? അല്ല, ഹോസ്പിറ്റൽ എത്തിയില്ലല്ലോ, പിന്നെന്തിനാ നിർത്തിയത്? എന്റെ മോളെക്കാൾ പ്രായം കുറഞ്ഞൊരു പെൺകുട്ടിയെ ചേർത്ത് അനാവശ്യം പറഞ്ഞാൽ തന്നെ ഞാൻ ചവിട്ടി റോഡിൽ ഇറക്കി വിടും. ചേടാ, എസ് പി ധ്വനിയെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞപ്പോ എസ് പിയുടെ മനസ്സിൽ പിടിച്ചെന്നാ ഞാൻ കരുതിയത്. അപ്പോ ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത്? എടോ, ഇഷ്ടം എന്ന് പറഞ്ഞ ഈ ഒരു ഇഷ്ടം മാത്രമേ ഉള്ളോ? എടോ, ഈ ഒരു കൊച്ചു പെൺകുട്ടിയെ കുറിച്ച് തനിക്ക് എങ്ങനെയാണോ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത്? ഓ, ധ്വനിക്ക് മെച്യൂരിറ്റി കുറവാണെന്നാണ് തോന്നിയതെങ്കിൽ അത് പറഞ്ഞാ പോരെ. എനിക്കും അങ്ങനെ തോന്നാതിരുന്നില്ല. നമുക്ക് വേറെ ആരെങ്കിലും നോക്കാം എസ് പി. താൻ ഇനി കൂടുതലൊന്നും നോക്കണ്ട. ആ പെൺകുട്ടി നല്ല മായയുടെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണിനെ സങ്കല്പിക്കാൻ എനിക്ക് കഴിയില്ല. എങ്കിൽ പിന്നെ നമുക്ക് മായയുടെ അടുത്ത് തന്നെ പോവാം. നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ആക്സിഡന്റ് ആയ മായയുടെ അടുത്ത് പോകാന്നാ ഞാൻ ഉദ്ദേശിച്ചത്. വണ്ടി എടുത്തോട്ടെ. ആ സാറ് വരാന്ന് പറഞ്ഞിട്ട് ഒത്തിരി നേരായി. എനിക്ക് വീട്ടിൽ പോകണം. ഇനി ആരും വരുന്നവരെ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. എന്നെ ഡിസ്ചാർജ് ചെയ്തേക്കാന്ന് ഡോക്ടർ പറഞ്ഞല്ലേ. എന്നെ വിട്ടേക്ക്. എത്ര വേഗം എനിക്ക് പോകണം. ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട്. പെട്ടെന്ന് പോയേ പറ്റൂ. കുട്ടിക്ക് ആങ്സൈറ്റി കൂടുതലുണ്ടെങ്കിൽ ഒരു മെഡിസിൻ തരാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. സെഡേറ്റീവ് തന്നെ ഇനി എന്നെ മയക്കി കിടത്താന്ന് ആരും വിചാരിക്കണ്ട. എനിക്ക് വീട്ടിൽ പോകണം. SP സാർ വന്നോണ്ടിരിക്കുകയാണെന്ന് ഡോക്ടർ പറഞ്ഞു. മായ ഒന്ന് സമാധാനിക്ക്. ഞാൻ ആരുടെ മായല്ല, ശില്പയാ. ഇദ്ദേഹമാണ് സത്യപ്രതാപ്. കുട്ടിയുടെ ജീവൻ രക്ഷിച്ചത് ഞങ്ങളൊക്കെ SP സാർ എന്ന് വിളിക്കുന്ന ഇദ്ദേഹമാണ്. സാറിനെ കുറിച്ച് ഇവരൊക്കെ പറഞ്ഞു. അപകടത്തിൽപ്പെട്ട് വഴി കിടക്കുന്നവരെ തിരിഞ്ഞു പോലും നോക്കാത്തവരാ കൂടുതൽ ആളുകളും. എന്നിട്ടും എന്നോട് കാണിച്ച ഈ കാരുണ്യത്തിന് ഒരുപാട് നന്ദിയുണ്ട്. നന്ദിയൊന്നും പറയേണ്ട കാര്യമില്ല. അത് എനിക്ക് പറ്റൊരു മിസ്റ്റേക്ക് ആയിരുന്നു ആ ആക്സിഡന്റ്. എന്തായാലും കുട്ടി രക്ഷപ്പെട്ടല്ലോ. സംസാരശേഷി തിരിച്ചു കിട്ടിയല്ലോ. ആ അപകടത്തിന് ശേഷം ഇതുവരെ എനിക്കൊന്നും നന്നായി ഉറങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇന്നായിരിക്കും എനിക്ക് സുഖമായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റുന്നത്. അതൊന്നും സാരമില്ല സർ. അന്ന് സാറിന്റെ കാറിടിച്ചോണ്ടാ ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അതിനെനിക്ക് നന്ദി പറഞ്ഞേ പറ്റൂ. എനിക്ക് വേണ്ടി സാറ് ഒരുപാട് പണം മുടക്കിയിട്ടുണ്ട്. അതൊക്കെ എന്തെങ്കിലും തിരിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ
എന്റെ ജീവിതം കൊണ്ടുപോലും കടം വീട്ടാൻ ഞാൻ ഒരുക്കോ? ആ, ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇനി അങ്ങോട്ടും ഞങ്ങളുടെ സപ്പോർട്ട് കുട്ടിക്കുണ്ടാവും. എനിക്ക് വീട്ടിൽ പോണം സർ. അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ആ, ഇത്രയായ സ്ഥിതിക്ക് ഞങ്ങൾ തന്നെ കുട്ടിയെ വേണ്ടപ്പെട്ടവരുടെ അടുത്തെത്തിക്കാം. അല്ല, കുട്ടിയുടെ വീട് എവിടെയാ? അഡ്രസ് ഡോക്ടർ ഇന്നലെ എനിക്ക് അയച്ചു തന്നതാ. ഈ തിരക്കിനിടയിൽ SP യോട് ഞാനത് പറയാൻ മറന്നുപോയി. കോട്ടയത്താ വീട്. കോട്ടയത്ത് എവിടെ? രാമപുരം എന്ന് പറയും സർ. രാമപുരം എനിക്കറിയാവുന്ന സ്ഥലമാ. അവിടെ എവിടെയാ കുട്ടി താമസിക്കുന്നത്? രാമപുരം ദേവീക്ഷേത്രത്തിന്റെ വടക്കേ നടയില. അമ്പലത്തിന്റെ വടക്കേ നടയിലൊരു ശങ്കരനാരായണ വാര്യരെ അറിയൂ? അതെന്റെ മുത്തശ്ശനാ, അമ്മയുടെ അച്ഛൻ. അല്ല, സാറിന് മുത്തശ്ശൻ എങ്ങനെ അറിയാം? സ്വാമി, ഈ അഡ്രസ് താൻ ഇന്നലെ തന്നിരുന്നെങ്കിൽ ഇപ്പൊ ഈ കുട്ടിയുടെ വീട്ടുകാർ ഇവിടെ ഉണ്ടായിരുന്നേനെ. ആ ഡോക്ടർ, ഈ കുട്ടിയെ വേഗം ഡിസ്ചാർജ് ചെയ്യും. ശരി സാർ. കുട്ടി റെഡി ആയിക്കോ. നമുക്ക് ഒരുമിച്ച് രാമപുരത്തേക്ക് പോവാം. SP, ആ, SP എന്താ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്? ഹേ, ഞാനിങ്ങനെ ഓരോന്നോർത്ത്. SP-യുടെ മനസ്സിലെന്താണെന്ന് അറിയാതെ ഞാൻ ചില അബദ്ധങ്ങളൊക്കെ കാണിച്ചു. ആ അർജുൻ പറഞ്ഞത് കേട്ട് ധുനിയുമായി SP-യുടെ കല്യാണം ആലോചിച്ചതിൽ എന്നോട് ക്ഷമിക്കണം. ഹേ, അതൊക്കെ ഞാൻ അപ്പൊ തന്നെ മറന്നു. കാറിൽ വെച്ച് തന്നെ നമ്മൾ ഈ വിഷയം സംസാരിച്ച് കഴിഞ്ഞതല്ലേ.